അഹങ്കാരികളെയും ഊറ്റമടിക്കുന്നവനെയും അള്ളാഹ്ക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. ഈ ഭൂമി അള്ളാന്റേതാണ്, ആകാശം അള്ളാഹുവിൻ്റെതാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ ഈ ഭൂമി അടക്കിവാണവരെയും ഇതിന്റെ ചെങ്കോലും കിരീടവും പിടിച്ചവരെയും ഞങ്ങൾ തന്നെയാണ് ഈ ഭൂമിയുടെ അതിപരാശക്തികളെന്ന് വാദിച്ചവരെയും അള്ളാഹു പാഠം പഠിപ്പിച്ച ചരിത്രം ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ സമ്പത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ പ്രതാപത്തിന്റെ പേരിലോ വലാ തഫ്റഹൂ, നിങ്ങൾ അഹങ്കരിക്കരുതേ, നിങ്ങൾ സുഖിക്കരുതേ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അങ്ങനെ അഹങ്കാരികളെയും ധിക്കാരികളെയും അള്ളാഹു വെച്ചു പൊറുപ്പിക്കില്ല കേട്ടോ. അമിതമായി ഇപ്പൊ നമ്മൾ ഇസ്രായേൽ മൊത്തം തകർന്നിട്ട് നമുക്ക് സന്തോഷിക്കണോ? അവിടെ ഈ നിരപരാധികളല്ലേ പോകേണ്ടത്? ആരാണ് അഹങ്കാരികൾ? അഹങ്കാരികളായ ഒരു വിഭാഗം, അതിൽപ്പെട്ട എത്രയോ ആ ജൂതന്മാരിൽ എത്രയോ പേര് ഫലസ്തീനിന് വേണ്ടി കൊടിപിടിക്കുന്നവരുണ്ട്. ഇന്നും ഈ അടുത്ത സമയങ്ങളിൽ പോലും പ്രക്ഷോഭങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ജൂതന്മാരുണ്ട്. സാധുക്കളായ അവർ, ജൂതന്മാരായ സാധുക്കളായവർ എത്രയും വേഗം ഇത് നാം അവസാനിപ്പിക്കണം. ജൂത രാഷ്ട്രീയത്തിന് എതിരെ ജൂതന്മാര് തന്നെ നിലകൊള്ളുന്നു. അപ്പൊ എത്ര നിരപരാധികളാണ് അവിടെയും മരിച്ചു വീഴുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് അധികാരികളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ആയുധങ്ങൾ വിറ്റ് തീർക്കാനുള്ള ഒരു ഐഡിയയാണ്. ഇതൊക്കെ ഒരുപാട് ചരിത്രം പഠിക്കണം. നമ്മൾ ഈ ഇരിക്കുന്ന വെറുതെ ഒരു ഐക്യദാർഢ്യത്തിൽ പോയി കുലു തക്ബീർ അല്ലാഹു അക്ബർ വിളിച്ച് ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. എക്സ്പയർ ആകാൻ പോകുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ കോടാനകോടി ഡോളറിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എക്സ്പയർ ആകുമ്പോ പെട്ടെന്ന് മുസ്ലിം രാജ്യങ്ങളിലേക്ക് അവിടെ നിന്നൊരു നേതാവ് വന്നിട്ട് പറയും, ഇന്നൊരു സാധനം ഉണ്ട് നമ്മടുത്ത്, അത് നിങ്ങൾ വാങ്ങി വെച്ചാൽ എവ അടിച്ചാലും നിമിഷ നേരം കൊണ്ട് തകർത്ത് കളയും. അങ്ങനെ ഇവന്റെ തലയിൽ അടിച്ചേൽപ്പിക്കും. വിവരമില്ലാത്തവൻ കൊണ്ടുവരട്ടെ. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങൾ അവിടെ എക്സ്പയർ ആകാൻ പോകുന്ന സാധനമാണ്. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാൻ? ആരെ അടിക്കാൻ? എന്ത് ചെയ്യാൻ? ഇങ്ങനെ ഈ സാധനങ്ങൾ വിറ്റഴിച്ച് നിരപരാധികളെയും അവരുടെ കുടുംബങ്ങളെയും തകർക്കലാണ് അധികാരികളുടെ ലക്ഷ്യം. അധികാരികൾ എല്ലാവരും, അവരിനി മുസ്ലിം ആയാലും ജസ്രാനി ആയാലും ജൂതനായാലും, ഇവരെല്ലാം ഒറ്റ ചരടിന്റെ മക്കളാണ്. അവർക്കൊന്നും ഒരു പോറലേൽക്കൂല. അവർക്ക് പരിപൂർണമായ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. നിരപരാധികളാണ് മരിച്ചു വീഴുന്നത്. ഈ നിരപരാധികളെ കൊന്നൊടുക്കാനാണ് ഈ ലോകത്ത് ഈ ആയുധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അതിന് തീവ്രവാദത്തിന്റെ പരിവേഷം അവരുടെ മേൽ കെട്ടിവെക്കുകയാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവൻ, പോരാടുന്നവനെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് അവൻ മുസ്ലിമും കൂടെ ആയിപ്പോയാൽ പ്രശ്നമായി, തീവ്രവാദിയായി. അതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന സംവിധാനങ്ങൾ. ഇത് കാലേക്കുട്ടി അല്ല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഈമാനികപരമായി വിശ്വാസമുള്ള ഒരു വ്യക്തിയെ അപേക്ഷിച്ചിടത്തോളം ഇത് അള്ളാഹു നമ്മളെ അറിയിച്ചെന്ന കാര്യമാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ വിഷയത്തിൽ ഒരു ദുഃഖമില്ല. അതുകൊണ്ടാണല്ലോ ഇന്നും സയനിസ്റ്റുകളുടെ മുന്നിൽ ലക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആയുധമില്ല നിരായുധരായ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നു, ഏയ് നിങ്ങൾ ഇസ്രയേലിന്റെ ഒരു ഡോർ ഒന്ന് തുറന്നതാ, ലക്ഷങ്ങൾ ഞങ്ങൾ ഇന്ന് ഷഹീദാവാൻ തയ്യാറാണ്. ഞങ്ങളുടെ കൈകളിൽ കഫൻ പുടവ ഞങ്ങളോടൊപ്പമുണ്ട്. കഫൻ പുടവയുമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ തോക്കിന്റെയോ ബോംബിന്റെയോ മിസൈലിന്റെയോ മുന്നിൽ ഭയപ്പെടുന്നവരല്ല. ഞങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ റബ്ബിന്റെ സ്വർഗത്തിലെത്തി അള്ളാഹയെ കാണലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് ഇതൊന്ന് തുറന്നതാ, ഞങ്ങൾ ഷഹീദാവാൻ തയ്യാറാണ്. ലക്ഷങ്ങൾ വന്ന് വാതിലിൽ കിടക്കാൻ തുറന്നു കൊടുക്കൂ? തുറന്നു കൊടുക്കൂല. എന്തുകൊണ്ട്? അല്ല എന്തിനാണ് ഇങ്ങനെ നിർത്തി ഇങ്ങനെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന എന്തിനാണ്? ഈ വിഷയത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ളവനാരാണ്? ജൂതന്മാരെ അംഗീകരിക്കുന്നവനാരാണ്? യഥാർത്ഥത്തിൽ മുഅ്മിനാരാണ്? കാപട്യത്തിന്റെ ഉടമയാരാണ്? ഇത് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യവിശ്വാസികളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഖുർആൻ തന്നെ മറുപടി. അത് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഈ ദുആ കൊണ്ട് ഒരിക്കലും നമ്മുടെ ദുആ ഫസാദാവൂല. വിജയം അല്ലാഹു തരും, സത്യത്തിനുള്ള വിജയം തരും. പക്ഷെ കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ഇപ്പൊ തന്നെ കിട്ടണം, ഇപ്പൊ തന്നെ നമുക്ക് കാര്യം നടക്കണം. കാത്തിരിക്കാൻ സമയമില്ല. ഏതൊരാളും അങ്ങനെ തന്നെയാണ്. ദുആ ചെയ്താൽ ഉടനെ മറുപടി കിട്ടണം.
ഒരിക്കലുമില്ല. അതുകൊണ്ട് മനുഷ്യൻ, മുസ്ലിമായ നമ്മൾ എന്താണ് ഫലസ്തീൻ, ഖുദ്സ്, ഇതിനെ കുറിച്ച് പഠിക്കണം, മക്കയെ കുറിച്ച് പഠിക്കണം, മദീനയെ കുറിച്ച് പഠിക്കണം. നമുക്കിതിന് സമയമില്ല. എന്തെങ്കിലുമൊക്കെ മീഡിയയിൽ കണ്ടിട്ട് കയറി പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. ചരിത്രത്തിലേക്ക് വാ, ഖുർആനിലേക്ക് വാ, ഹദീസുകളിലേക്ക് വാ. താരീഖുകളുടെ എല്ലാത്തരം താരീഖുകളുണ്ടല്ലോ, ചരിത്രങ്ങളുണ്ടല്ലോ. അല്ലാഹ് പഠിപ്പിച്ചിരുന്ന കാര്യമല്ലേ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹ് കൊണ്ടുപോയത്? വെറുതെ കൊണ്ടുപോയതാ? ടൂറിന് പോയതാ? വിദേശ പര്യടനത്തിന് പോയതാ? വിനോദ സഞ്ചാരത്തിന് പോയതാ? അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാൻ, അവനത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് അസ്റാ ബിഅബ്ദിഹി, തന്റെ ദാസനെയും കൊണ്ട് സഞ്ചരിപ്പിച്ചവനാണ്. മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഈ രണ്ട് പേരും അല്ലാഹ് അവിടെ ഉപയോഗിച്ചു. മസ്ജിദുൽ അഖ്സ അല്ലാഹ് ഉപയോഗിച്ച പേരാണ്. അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയെങ്കിൽ ഈ മസ്ജിദുൽ അഖ്സയും ഈ ഉമ്മത്തുമായിട്ട് ഗതകാല ചരിത്ര പാരമ്പര്യമുണ്ട്. അതിന് പൈതൃകം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ചരിത്ര പൈതൃകം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞത് എന്താ? എന്തിനാണ് ഞാൻ കൊണ്ടുപോയതെന്ന് അറിയോ? ഈ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയോ? ബാറക്ന ഹൗലഹു, അവിടെ ചില അനുഗ്രഹങ്ങളൊക്കെ നാം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കണം. അത് പഠിക്കണം. അതിന് ഉമ്മത്തുമായി ബന്ധമുണ്ട്, ചരിത്രവുമായി ബന്ധമുണ്ട്. ഇത് നമ്മൾ പഠിക്കണം. ബാറക്ന അലൈഹി വഅലാ ഇസ്ഹാഖ് വമിൻ ദുർരിയതിഹിമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിലും പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ബർക്കത്ത് ചെയ്തു. അവിടുത്തെ പ്രവാചകന്മാരിൽ ബർക്കത്ത് ചെയ്തു. അവിടെ സന്താനങ്ങൾ ബർക്കത്ത് ചെയ്തു. ഫമിൻഹും മുഹ്സിനുൻ വളാലിമുൻ ലിനഫ്സിഹി മുബീൻ. അല്ലാഹ് അവിടെ ഉപയോഗിച്ചൊരു വാക്ക്, ഈ ഫലസ്തീനിൽ പ്രവാചക പരമ്പരയിൽ പെട്ടവരിൽ തന്നെ, ആ കുടുംബങ്ങളിൽ നിന്നുള്ളവർ തന്നെ നല്ലവരുണ്ട്, അക്രമികളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം അതാ പഠിക്കേണ്ടതുണ്ട്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി ഫമിൻഹും മുഹ്സിൻ. നല്ല ആളുകളുമുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതാരാ? ഇബ്രാഹിമി പാരമ്പര്യത്തിന്റെ ഉടമകളാണ്. യാക്കൂബ് നബിയുടെ മക്കളാണ്. സ്വന്തം മക്കളാണ്. സ്വന്തം മക്കളാണ്. സ്വന്തം സഹോദരനെയാണ് പൊക്കി എറിഞ്ഞത്, പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞത്, കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചത് സ്വന്തം മക്കളാണ്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തം നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചവർ അവരാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ചരിത്രം, ഖുദ്സിന്റെ പാരമ്പര്യം മനസ്സിലാക്കുമ്പോ ഖുദ്സിൽ തന്നെ, ഈ പ്രവാചക പരമ്പരയിൽ തന്നെ മുഹ്സിൻ, നല്ല ആളുകളുണ്ട്. അതേപോലെ ളാലിമ്യങ്ങളായ അക്രമകാരികളും അവിടെയുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കല്ലേ ഇത്? നമുക്ക് തള്ളിക്കളയാൻ അറിയോ? ചരിത്രം പഠിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് എന്താണ് എന്ന നാട്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ. അവിടെ ബർക്കത്തുണ്ട്. എന്താ ബർക്കത്ത്? എന്താണ് ബർക്കത്ത്? ഫലസ്തീൻ പരിചയപ്പെടണം. ഒന്നാമത് ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ വാസസ്ഥലം, പ്രവാചകന്മാർ ഹിജ്റ ചെയ്ത് വന്ന സ്ഥലം, പ്രവാചകന്മാർ ജനിച്ച സ്ഥലം, പ്രവാചകന്മാർ ജീവിതം നയിച്ച സ്ഥലം, പ്രവാചകന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞ് മറമാടപ്പെട്ട സ്ഥലം. ചെറിയ കാര്യമാണത്, ചെറിയ കാര്യമല്ലാതെ. അതാണ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. അവിടെ ഒരുപാട് കാണിക്കാനുണ്ട്, പരിചയപ്പെടുത്താനുണ്ട്. അല്ലാഹു തആല പറഞ്ഞതിന്റെ ലക്ഷ്യം അതാണ്. പ്രവാചകന്മാരെ വളർത്തിയത്, വലുതാക്കിയത്, അവർ പ്രവർത്തിച്ചത്, അവരനുഭവിച്ചത്, അവര് ത്യാഗം സഹിച്ചത്, അവർ ഹിജ്റ ചെയ്ത് പല നാടുകളിൽ നിന്ന് വന്നത് എല്ലാം ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ആണ്. അതുകൊണ്ട് അവിടെ ഒരുപാട് ബർക്കത്തായ സ്ഥലങ്ങളാണ്. അവിടെ പലതും നബി അങ്ങേ കാണിക്കാനുണ്ട്, പരിചയപ്പെടുത്താനുണ്ട്. അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ വാസസ്ഥലമാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്മാരുടെ വാസസ്ഥലമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല വലിയ ആവേശത്തോടുകൂടി പറഞ്ഞത്, നബി അങ്ങ് ഞാൻ കൊണ്ടുപോകുന്നു. ബാറക്ന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അങ്ങേ കാണിച്ചു തരാനാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നത്, സഞ്ചരിപ്പിക്കുന്നത്.
അപ്പൊ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ വാസസ്ഥലമായ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ജഅല ഫീകും അംബിയാഅ വജഅലകും മുലൂകാ വആതാകും മാ ലം യുഅതി അഹദൻ മിനൽ ആലമീൻ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളോട് പറഞ്ഞ സന്ദർഭം, യാ ഖൗമി ഉഖ്റൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കണേ. ഇദ് ജഅല ഫീകും അംബിയാ, നിങ്ങളിൽ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചില്ലേ. വജഅല ഫീകും മുലൂകാ, നിങ്ങളെ അല്ലാഹു രാജാക്കന്മാരാക്കിയില്ലേ. വആതാകും മാ ലം യുഅതി അഹദൻ മിനൽ ആലമീൻ, ലോകത്താർക്കും കിട്ടാത്ത അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ ആദരിച്ചില്ലേ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് 3 ഗുണങ്ങൾ. ഒന്ന്, ഇത് ജഅല ഫീകും അംബിയാ, അല്ലാഹു അംബിയാക്കളെ ഇവർക്ക് നൽകി. അല്ലാഹു അംബിയാക്കളെ നൽകി. ബഹുമാനപ്പെട്ട കനാനിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യം മുതൽ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് നൽകി ആദരിച്ചു. അല്ലാഹു അനുഗ്രഹിച്ചു. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ പ്രവാചകന്മാരുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ആ നാട്ടിലേക്ക് വന്നത്. ഇത് ജഅല ഫീകും അംബിയാ, അവരുടെ നേതൃസ്ഥാനം വഹിക്കാൻ ഒരു പ്രവാചകൻ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ലാതെ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു നേതൃസ്ഥാനത്തേക്ക് നിൽക്കാൻ ഒരു ആലിമിനെ നമ്മൾ അവരോധിച്ചാൽ അതിന്റെ പിന്നെ വലിയ ഫിത്നയും ഫസാദുമാണ്. പക്ഷെ പ്രവാചകന്മാരാകുമ്പോൾ ആരും ഒന്നും മിണ്ടൂരത്, അള്ളാഹുവിന്റെ നേരിട്ടുള്ള പ്രതിനിധിയാണ്. അപ്പൊ പ്രവാചകന്മാർ കാലക്രമേണ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഓരോ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. രണ്ടാമത് അല്ലാഹു തആല അവരെ രാജാക്കന്മാരാക്കി. എന്തായിരുന്നു അതിന്റെ അർത്ഥം? ഫറോവയുടെ കീഴിൽ അടിമപ്പണി ചെയ്യേണ്ടി വന്ന ഈ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിലൂടെ മോചിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രരാക്കി മാറ്റി. പരാശ്രയക്കാരായി പലരുടെയും ആവശ്യങ്ങൾ അവരുടെ സഹായങ്ങൾ കൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ആ ഇസ്രായേലി ജനതകളെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിലൂടെ സ്വതന്ത്രരാക്കി പരാശ്രയം ഒഴിവാക്കിക്കൊണ്ട് സ്വന്തമായി നാട്ടിൽ നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാങ്ങിക്കൊടുത്തു. ആരുടെയും അടിമകളായി ജീവിക്കണ്ട എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. അതിനുള്ളൊരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കൂ ഇസ്രായേലി ജനങ്ങൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സമുദായത്തിനും ചെയ്യാത്ത അനുഗ്രഹങ്ങളാണ് ഇവർക്ക് ചെയ്തത്. ഇവർ എന്ത് ആഗ്രഹിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അവർക്കത് അല്ലാഹു എത്തിച്ചു കൊടുക്കുകയാണ്. ഇവർ ആഗ്രഹിക്കുന്നത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു കൊടുക്കുകയാണ്. ഇവരുടെ വിഷമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുകയാണ്. ഇവർക്ക് എന്ത് ഭക്ഷണം വേണമോ ആ ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുകയാണ്. എല്ലാ നിലയ്ക്കുമുള്ള സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. സുഖലോലുപരായി കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു തആല അവരെ എത്തിച്ചു. മാലം യുഅതി അഹദൻ മിനൽ ആലമീൻ, ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു തആല അവർക്ക് നൽകി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി ആ നാടിനെ അനുഗ്രഹിച്ചത് ഈ പ്രവാചകന്മാരെ കൊണ്ടാണ്. ഈ 3 ഗുണങ്ങൾ അല്ലാഹു തആല ഇസ്രായേലികൾക്ക് നൽകിയതാണ്. രണ്ടാമത് അവിടേക്കാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ ചെയ്തു വന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം നാട് ഇറാഖിലാണ്. ഫആമന ലഹു ലൂത്ത് വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് വരുന്നത്. ഹിജ്റ ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരികയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുടുംബവും അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മക്കളെ കൊടുത്തു. ആ മക്കളെ പ്രവാചകന്മാരാക്കി. അവർക്ക് കിതാബ് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനത്തോടുകൂടി അവിടെ അവർ കുറെ കാലങ്ങളോളം
പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിൽ തന്നെ അവർ താമസിച്ചു. ആ കാലഘട്ടത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്ഹാഖ് അടക്കമുള്ളവർ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പണി മോടി പിടിപ്പിക്കുന്നത്. ആദ്യമായി പണിതത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. പരിശുദ്ധമായ കഅബ കഴിഞ്ഞു 40 വർഷത്തിന് ശേഷം ബൈത്തുൽ മുഖദ്ദസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും അവിടെ താമസിച്ചു. ശേഷം അവർക്ക് അവിടെ ഒരു നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോ ഈജിപ്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അധികാരം ലഭിച്ചപ്പോ ഇബ്രാഹിമി കുടുംബം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൗത്രൻ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള കുടുംബം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവായ യാക്കൂബ് നബി അടക്കം ഈജിപ്തിൽ താമസമാക്കി 200 വർഷക്കാലത്തോളം. 200 വർഷത്തിന് ശേഷം വീണ്ടും അവിടെ നിലനിൽപ്പില്ലാതെ വന്നു. അവരുടെ യശസ്സുകൾ തകർന്നുകൊണ്ടേയിരുന്നു. അവരുടെ അധികാരം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. കിബുത്തികളുടെ അടിമകളായി ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു. കിബുത്തികളുടെ പാരമ്പര്യം അഹങ്കാരികളും തമ്മാടികളുമാണ്. ആ ഒരു പാരമ്പര്യം ഇവരെ വല്ലാണ്ട് അടിച്ചമർത്തിയപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ്, നേരെ ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടന്ന് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സ്വദേശമായ ഫലസ്തീനിലേക്ക് വിട്ടോളാൻ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് ഈ സംഘം മടങ്ങി വരുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാന പ്രകാരം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, സമുദായമേ, അർളുൽ മുഖദ്ദസിൽ നിങ്ങൾ പ്രവേശിച്ചോ. ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ മറ്റൊരു പേരാണ് അർളെ മുഖദ്ദസ. അല്ലാഹുവിന്റെ പേരാണ്. യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തന്ന, നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്ന, നിങ്ങൾക്ക് വിജയശ്രീലാളിതരായി പ്രവേശിക്കാൻ ഉതകുന്ന പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അർളെ മുഖദ്ദസിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. വലാ തർതദ്ദു, അതിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകരുത്. അങ്ങനെ പോയാൽ ഫതൻഖലിബു ഖാസിരീൻ, ആ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോ വിജയം തന്നിരിക്കുകയാണ്, കയറിക്കോ. അത് നിങ്ങൾ ഒഴിവാക്കിയാൽ എക്കാലവും നിങ്ങൾ തീരാ നഷ്ടത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്ക് അർളെ മുഖദ്ദസ. യാ ഖൗമി, മൂസ നബി പറഞ്ഞു, ഏയ് എല്ലാരും അങ്ങോട്ട് പ്രവേശിച്ചോളി, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറിക്കോളി. അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് അമാലിക്കുകളായ വർഗമാണ്, ബഹുദൈവ ആരാധകരാണ്, ശക്തന്മാരാണ്, മല്ലന്മാരാണ്, അതികായകന്മാരാണ്, അഹങ്കാരികളാണ്, തെമ്മാടികളാണ്. അപ്പൊ അവരുടെ ആ ഒരു നാട്ടിലേക്ക്, വീട്ടിലേക്ക് അവരിയ്ക്കുമ്പോ ഇവർക്ക് പോകാൻ മടി. ഈ ജൂതന്മാർക്ക് ഭയങ്കര പേടിയാ. അന്നും പേടിയാണ്, ഇന്നും പേടിയാണ്. അന്നും പേടിയാണ്, ഇന്നും പേടിയാണ്. നമ്മുടെ മുന്നിൽ പേടിയില്ലാന്ന് കാണിക്കുകയാണ് സംഭവം. അവര് പറയാൻ, ഖാലൂ യാ മൂസാ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ വഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജൂ മിൻഹാ ഫയഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂൻ. മൂസ, ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പ്രവേശിക്കില്ല മൂസ, കാരണം അഹങ്കാരികളായ ഒരു വിഭാഗം അവിടെ വാഴുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയാൽ ഞങ്ങളെ അവർ അടിച്ചമർത്തും, കൊന്നുകളയും. അതുകൊണ്ട് അവർ ആ നാട് വിട്ടു പോകാത്തിടത്തോളം കാലം ഞങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കൂല. കണ്ട മൂസാനയുടെ ഇത്രയും നാൾ ഇവന്മാരെ കൊണ്ടുനടന്ന് ഇവന്മാർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത്, ചാപ്പാട് വാങ്ങിച്ചു കൊടുത്ത്, സൗകര്യം ചെയ്യല്ല, പ്രവാചകന്മാരെ എത്തിച്ചു കൊടുത്ത്, ദുആയ്ക്ക് ഇജാബത്ത് കിട്ടി, എല്ലാം ചെയ്ത് അല്ലാഹു കതബല്ലാഹു ലക്കും. ഒരു വാക്ക് അല്ലാഹു അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളിന് മുമ്പ് ഇത് അല്ലാഹ് എഴുതി വെച്ചോളിൻ. ഇത് നമുക്ക് ഈ ആയത്ത്, ഈ സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത്, യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും, ഫലസ്തീനിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തിട്ട്
കേട്ടിട്ട് നമുക്ക് മനസ്സിന് ഒരിക്കലും ഒരു സന്തോഷം കിട്ടുന്നില്ല എന്ന വാർത്തയല്ല. ഈ ആയത്തിൽ അള്ളാഹു വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹു നിങ്ങൾക്ക് മോചിപ്പിച്ചു തരും, അള്ളാഹു നിങ്ങൾക്ക് വിജയിപ്പിച്ചു തരും എന്ന് അള്ളാഹ് ഈ ആയത്തിൽ അറിയിക്കാണ്. യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസതല്ലതി ഖതബല്ലാഹു ലക്കും. നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല വിജയം തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി എഴുതി തന്നിരിക്കുകയാണ് ആ ഭവനം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിച്ചു കൊള്ളാൻ പറഞ്ഞെങ്കിൽ ഇത് സദഖല്ലാഹ്, അള്ളാന്റെ വാക്കാണ്, അള്ളാന്റെ വീടിന്റെ ഉടമസ്ഥനാണ്, ആ ഭവനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ഈ ബൈത്തുൽ മുഖദ്ദസിനെയും ആ നാടിനെയും അള്ളാഹു ജൂതന്മാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഈ ആയത്തിന്റെ തന്നെ തെളിവാണ്. അതുകൊണ്ട് കാത്തിരിക്കണം, നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ 7000 അല്ല 70,000 ശുഹദാക്കളാവും. 7000 അല്ല 70,000 ആകും. നമ്മളതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ് നമ്മുടെ ബാധ്യത. നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. അല്ലാഹ് ഉപയോഗിച്ച വാക്കല്ലേ, മൂസ പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾക്ക് വേണ്ടി ഞാനത് തുറന്നു തന്നിരിക്കുന്നു, വിജയിപ്പിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ അതിൽ നിന്ന് പുറകോട്ട് പോയാൽ ഫതൻഖലിബു ഖാസിരീൻ, നിങ്ങൾ തീരാ നഷ്ടത്തിലാകും. ഖസ്റ ദുനിയ വൽ ആഖിറ. ഖസ്റ എന്ന വാക്ക് അല്ലാഹ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു വാക്കാണത്. നാശം എന്നാണ് അതിന്റെ അർത്ഥം. ഹലക്ക എന്ന ഹലക്കായ്ക്ക് നാശം എന്നാണ്. പക്ഷെ ഇവിടെ ഖസ്റ എന്ന് ഉപയോഗിച്ചൊരു വാക്ക് അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റൂല. നീ നശിച്ചാൽ നിന്റെ ഒടുക്കത്തെ നശീകരണം തന്നെയാണ്, പിന്നെ നീ ഉയർത്തെഴുന്നേറ്റ് വരൂല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതൻഖലിബു ഖാസിരീൻ, ഒരിക്കലും നിങ്ങൾ തിരിച്ചു പുറകോട്ട് പോകരുത്. അർളെ മുഖദ്ദസ എന്ന് അല്ലാഹു തആല ആ നാടിന് പേരിട്ടെങ്കിൽ, മുഖദ്ദസ് പരിശുദ്ധമാക്കപ്പെട്ട ഭൂമി എന്ന് അല്ലാഹു തആല അതിന് പേരിടണമെങ്കിൽ കാരണമുണ്ട്. ഒന്ന്, അവിടെ ശിർക്ക് ഉണ്ടാകാൻ പാടില്ല, ബഹുദൈവ ആരാധന ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് മക്ക മുക്കറമയിലെ കഅബയ്ക്ക് അല്ലാഹു തആല ഹറം എന്ന് പേരിട്ടത്. എന്താ? അവിടുത്തെ 33 കോടി ദൈവങ്ങളെ എടുത്ത് കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബാക്കൾ ജസീറത്തുൽ അറബിന്റെ 4 ഭാഗത്തും മീഖാത്ത് സ്ഥാപിച്ചു. ഇതിനകത്തൊരു മുശ്രിക്ക് കയറാൻ പാടില്ല. അതിനാണ് ഈ മീഖാത്ത് എന്ന് പറഞ്ഞ സാധനം. ആ മീഖാത്തിനകത്തേക്ക് ഒരു മുശ്രിക്ക് കയറാൻ പാടില്ല. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അത് മുഴുവനും അള്ളാന്റെ റസൂൽ തുടച്ചു നീക്കി വൃത്തിയാക്കി. അതിന് അള്ളാഹു ഹറം എന്ന് പേരിട്ടു. എന്തുകൊണ്ട്? അത് മുഖദ്ദസായ സ്ഥലമാണ്, അവിടെ ശിർക്കില്ല, അവിടെ ബഹുദൈവ ആരാധനയില്ല. അപ്പം മുഖദ്ദസായ സ്ഥലമാണെങ്കിൽ 3 ക്വാളിറ്റി ഉണ്ടാകണം. എന്താണത്? ഒന്ന്, അവിടെ ശിർക്ക് ഉണ്ടാകാൻ പാടില്ല, ബഹുദൈവ ആരാധന ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് മസ്ജിദ് ഉണ്ടായിരിക്കണം. മൂന്നാമതൊരു പ്രവാചകൻ ആ നാട്ടിൽ ഉണ്ടായിരിക്കണം. എന്നാലേ ഇവിടെ മുഖദ്ദസായ സ്ഥലമാവുകയുള്ളൂ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിലാണ് ജനിച്ചത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ നാട്ടിൽ നിന്നാണ് ആകാശത്തേക്ക് ഉയർത്തിയത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതും ആ നാട്ടിലാണ്. ഇത് അർളെ മുഖദ്ദസയിൽ ലോകത്ത് 2 പേരെയാണ് അണ്ടവും ബീജവും ഇല്ലാതെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഒന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പയാര്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയാര്? അണ്ടമില്ല ബീജമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഭൗതികമായ ഒരു മെറ്റീരിയൽസും ആദം നബിയെ സൃഷ്ടിക്കാൻ അല്ലാഹു ഉപയോഗിച്ചില്ല. കാരണം ഭൗതിക മെറ്റീരിയൽ ഉള്ളവർക്ക് ആകാശത്ത് താമസിക്കാൻ പറ്റൂല. ആകാശത്ത് താമസിക്കണമെങ്കിൽ അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളുണ്ട്. ആകാശത്തും ഭൂമിയിലും അധിവസിക്കാൻ അള്ളാഹു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത 2 പേരാണ്. അതിലൊന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. വാപ്പയില്ല, ഉമ്മയില്ല, അണ്ടാശയമില്ല, ഭ്രൂണമില്ല, ഒന്നുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് ജന്മം നൽകി. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മാന്റെ എന്ന് പറഞ്ഞാൽ അണ്ടമല്ലാതെ, ഒരു വാപ്പാന്റെ ബീജമില്ലാതെ അല്ലാഹു തആല ജന്മം നൽകിയ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം.